ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ആശുൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഓണപരീക്ഷ അഥവാ മക്കളുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷന് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ മാത്തമാറ്റിക്സ് അഥവാ നമ്മുടെ ഗണിതം എന്ന സബ്ജക്റ്റ് ആണ് കേട്ടോ. മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് വേഗം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോയാലോ മക്കളെ? ഓക്കെ, ഇതിന്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 1 വീഡിയോ അത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ഒരു കാര്യം കൂടി മിസ് ഓർമ്മപ്പെടുത്തിക്കോട്ടെ മക്കളെ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് മക്കൾ നിങ്ങളുടെ പേരുകൾ എഴുതണം. നെയിം ഓഫ് സ്കൂൾ എന്നുള്ളത് മക്കൾ നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതണം. ഡിവിഷൻ എന്നുള്ളത് മക്കളുടെ ക്ലാസ് ഡിവിഷൻ എഴുതണം. ഓക്കെ, ഇനി മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ഒരു സെക്ഷൻ മലയാളത്തിലാണ് ഫില്ല് ചെയ്യാനായിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ മക്കളെ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ. ആക്ടിവിറ്റി 4 ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഫീൽഡ് ട്രിപ്പ്. എന്താണ് മക്കളെ? പ്രവർത്തനം 4 ഫീൽഡ് ട്രിപ്പ്. ഓക്കെ, മിസ് ക്വസ്റ്റ്യൻ വായിച്ചോട്ടെ. ആദ്യം ഇംഗ്ലീഷിൽ മിസ് ക്വസ്റ്റ്യൻ വായിക്കാം, അതിനുശേഷം മലയാളം മീഡിയംകാരുടെ ക്വസ്റ്റ്യനും വായിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. ദ എക്സ്പെൻസസ് ഫോർ എ ഫീൽഡ് ട്രിപ്പ് ഓഫ് ക്ലാസ് 4 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ ആർ ഗിവൺ ബിലോ. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ദ എക്സ്പെൻസ് ഫോർ എ ഫീൽഡ് ട്രിപ്പിലെ ഒരു ഫീൽഡ് ട്രിപ്പിനായിട്ടുള്ള, അതായത് നിങ്ങളെ പോലെയുള്ള 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഫീൽഡ് ട്രിപ്പിന് പോയപ്പോൾ ചെലവായിട്ടുള്ള തുകയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ താഴെ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ഫസ്റ്റ് വൺ എന്താ മക്കളെ? വെഹിക്കിൾ ഫെയർ ആണ്. അതായത് മക്കളെ വണ്ടിക്കൂലി എത്രയാണ്? 5000 റുപ്പീസ് ആണ്. 5000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഫുഡിന് എത്രയാണ് മക്കളായിട്ടുള്ളത്? ഭക്ഷണത്തിന് എത്രയാണ് ആയിട്ടുള്ളത്? 2000 റുപ്പീസ് ആണ്. 2000 രൂപയാണ്. ദെൻ അഡ്മിഷൻ ഫീ എത്രയാണ്? 1500. പ്രവേശന ഫീസ് എന്ന് പറയുന്നത് 1500. അപ്പം ഇത്രയും രൂപയാണ് 4ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഫീൽഡ് ട്രിപ്പിന് പോയ സമയത്ത് അവർക്ക് ചിലവായിട്ടുള്ള തുക എന്ന് പറയുന്നത്, എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. വാട്ട് ഈസ് ദി ടോട്ടൽ എക്സ്പെൻസ് ഫോർ ദി ഫീൽഡ് ട്രിപ്പ്? എന്താ മക്കളെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി ടോട്ടൽ എക്സ്പെൻസ് ഫോർ ദി ഫീൽഡ് ട്രിപ്പ്? അതായത് മക്കളെ ഫീൽഡ് ട്രിപ്പിന് ചിലവായിട്ടുള്ള ആകെ തുക എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ അല്ലേ മക്കളെ? എങ്ങനെയാ കണ്ടെത്തുക? നമുക്ക് ഓരോ സെക്ഷനിലും ചിലവായിട്ടുള്ള തുക നമുക്ക് തന്നില്ലേ? വണ്ടിയുടെ ഫെയർ എത്രയാണ് തന്നിട്ടുണ്ട് അല്ലെ? വണ്ടിയുടെ കൂലി തന്നിട്ടുണ്ട്. ഫുഡിന് എത്ര പൈസയായി എന്ന് തന്നിട്ടുണ്ട്. അഡ്മിഷൻ ഫീ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എമൗണ്ട് കാണാൻ എന്ത് ചെയ്യണം? എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഈസി അല്ല മക്കളെ? പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്, 4 അക്ക സംഖ്യകളാണ് തന്നിട്ടുള്ളത്. വലിയ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരു സംഖ്യകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ റോങ് ആയി പോകും. അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു ഓണം സ്പെഷ്യൽ ഓഫർ കൂടി പറയാനായിട്ടുണ്ട് കേട്ടോ. മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓണം ഓഫറിൽ നമ്മൾ 610 രൂപയ്ക്കാണ് കൂട്ടുകാർക്ക് ഇനി ഈ ഒരു വർഷത്തേക്കുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 പേർക്ക് നമ്മൾ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവാണ് മക്കളെ. അതിന് മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാർ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ മക്കളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ സ്കൂളിന്റെ പേരും നിങ്ങളുടെ പ്ലേസും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്കാണ് മക്കളെ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കൂടി അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് റോങ് ആൻസർ മക്കൾ ഒരിക്കലും മേടിക്കരുത് കേട്ടോ. ഓക്കെ മക്കൾ, അപ്പൊ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം. ഫസ്റ്റ് ഏതാണ്? വെഹിക്കിൾ ഫെയർ എത്രയാണ്? 5000 പ്ലസ് ഫുഡിന് 2000 പ്ലസ് അഡ്മിഷൻ ഫീ 1500. എല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യാം. 0 പ്ലസ് 0 പ്ലസ് 0 എത്രയാണ്? 0. അഗെയിൻ 0 പ്ലസ് 0 പ്ലസ് 0 0. ദെൻ 0 പ്ലസ് 0 പ്ലസ് 5 എത്രയാ മക്കളെ? 5 ആണ്. ഇനി 5 പ്ലസ് 2 എത്രയാണ്? 7 ആണ്. 7 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ ടോട്ടൽ എമൗണ്ട് നമുക്ക് എത്ര കിട്ടി മക്കളെ? 8500. 8500 രൂപ. ഓക്കെ അല്ല മക്കളെ? അപ്പം എത്രയാണ് ഒരു ഫീൽഡ് ട്രിപ്പിന് ടോട്ടൽ അവർക്ക് സ്പെൻഡ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 8500 രൂപ. 8500. സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിലെ തന്നെ ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ ദി സ്പെൻഡ് എമൗണ്ട് ഓൺ ദി അബാക്കസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അബാക്കസുമായി റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് എക്സാമിന്
എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്താ മക്കളെ നമ്മളോട് പറഞ്ഞത്? ഡ്രോ ദി സ്പെൻഡ് എമൗണ്ട് ഓൺ ദി അബാക്കസ്. അതായത് മക്കളെ നമുക്കിപ്പോ ചെലവായ തുക നമ്മൾ കണ്ടെത്തിയല്ലോ. എത്രയാണ്? 8500 rupees ആണ് അല്ലെ. അത് എവിടെ വരച്ച് ചേർക്കാന്? നമ്മുടെ അബാക്കസിൽ വരയ്ക്കാൻ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്കറിയാം 8500 എന്ന് പറയുമ്പോൾ വൺസിന്റെ പ്ലേസിൽ ഏതാണ്? 0 ആണ്. ടെൻസിന്റെ പ്ലേസിൽ ഏതാണ്? 0 ആണ്. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ ഏതാണ്? 5 ആണ്. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 5 ആണ്. തൗസൻഡിന്റെ പ്ലേസിൽ ഏതാണ്? 8 ആണ്. ഇങ്ങനെയല്ലേ മക്കളെ? ഈ കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൃത്യമായിട്ട് അബാക്കസിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ല മക്കളെ? അപ്പൊ നോക്കിക്കേ, നമുക്ക് ഓരോ പ്ലേസിലുള്ള ബീഡ്സിന്റെ അല്ലെ, മുത്തുകളുടെ അല്ലെങ്കിൽ മണികളുടെ എണ്ണം നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ മക്കളെ, തൗസൻഡിന്റെ പ്ലേസിൽ എത്രയാണുള്ളത്? 8 എണ്ണാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1000 എന്നുള്ളടുത്ത് കേട്ടോ, ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് ഇവിടെ 1000 എന്നാണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, അവിടെ നമ്മൾ എത്ര മുത്തുകൾ വരയ്ക്കണം? 8 എണ്ണം വരയ്ക്കണം. കൗണ്ട് ചെയ്തേ മക്കളെ. 1 2 3 4 5 6 7 8. ഓക്കെ, ആ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ദെൻ ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ എത്രയാണ്? 5 ബീഡ്സ് ആണ്. അപ്പൊ 5 എണ്ണം വരയ്ക്കണം അല്ലെ. 1 2 3 4 5. ഓക്കെ അല്ല മക്കളെ? ഇനി ടെൻസിന്റെ പ്ലേസിൽ എന്താണ്? 0 ആണ്. അതുകൊണ്ട് ബീഡ്സ് ഒന്നും നമ്മൾ വരയ്ക്കേണ്ട, മുത്തുകളൊന്നും നമ്മൾ വരയ്ക്കേണ്ട. വൺസിന്റെ പ്ലേസിൽ അഗെയിൻ എന്താണ് വന്നിട്ടുള്ളത്? 0 ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെയും എന്ത് വരയ്ക്കേണ്ട മക്കളെ? യാതൊരു ബീഡ്സും വരയ്ക്കേണ്ട. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? അബാക്കസിൽ ക്രമപ്പെടുത്തേണ്ടത് കേട്ടോ. 1000 പ്ലേസിൽ 8 ബീഡ്സ്, ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 5 ബീഡ്സ്, ടെൻസിന്റെ പ്ലേസിൽ 0 ബീഡ്സ്, അതുപോലെ വൺസിന്റെ പ്ലേസിലും 0 ബീഡ്സ് അല്ലെ. 1000ന്റെ സ്ഥാനത്ത് 8 മുത്തുകള്, 100ന്റെ സ്ഥാനത്ത് 5 മുത്തുകൾ അല്ലെങ്കിൽ 5 മണികള്, 10ന്റെ സ്ഥാനത്ത് 0, അതുപോലെ തന്നെ 1ന്റെ സ്ഥാനത്തും എന്താണ്? 0. ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൽ തന്നെയുള്ള സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ അഡ്മിഷൻ ഫീ വാസ് പെയ്ഡ് യൂസിംഗ് 500 rupee notes and 100 rupee notes. Write the numbers of notes. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? അഡ്മിഷൻ ഫീ അല്ലേ, അതായത് പ്രവേശന ഫീസ് കൊടുത്തത്. നമ്മൾ പറഞ്ഞല്ലോ പ്രവേശന ഫീസ് എത്രയെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 1500 ആണ്. മക്കളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണേ. 1500 രൂപയാണ് അഡ്മിഷൻ ഫീ ആയിട്ട് അല്ലെങ്കിൽ പ്രവേശന ഫീസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഓക്കെ, അപ്പം ഈ 1500 രൂപ കൊടുത്തത് മക്കളെ 500ന്റെയും അതുപോലെ തന്നെ 100ന്റെയും നോട്ടുകൾ മാത്രം ഉപയോഗിച്ചാണ്. ഓക്കെ, 500 rupeesഉം അതുപോലെ തന്നെ 100 rupees നോട്ട്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അഡ്മിഷൻ ഫീ പേ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മക്കളെ പ്രവേശന ഫീസ് കൊടുത്തത് 500ന്റെയും 100ന്റെയും നോട്ടുകളായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ നോട്ടുകളുടെ എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് 500ന്റെ നോട്ടാണ് മക്കളെ. മിസ് അവിടെ ബ്ലാക്ക് കളറിലാണുള്ളത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അത് 500 ആണ്. ഇത് 100 rupees നോട്ടാണുള്ളത്. അപ്പൊ 500 എത്ര വേണം, അതുപോലെ 100 എത്ര വേണം എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ടോട്ടൽ നമുക്ക് എത്രയാണ് ആയിട്ടുള്ളത് എത്രയാണ്? 1500 ആണ്. ഇതിന് പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ? ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും കേട്ടോ. പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. കൂട്ടുകാർക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കേട്ടോ. ഓക്കെ മക്കളെ, മിസ് ഇപ്പൊ എന്ത് ചെയ്തു? ഇവിടെ 500ന്റെ 2 നോട്ട് എടുക്കാം കേട്ടോ. അപ്പം 500ന്റെ 2 നോട്ട് എടുത്ത ടോട്ടൽ എത്ര എമൗണ്ട് ആയി മക്കളെ? 500 + 500 എത്രയാ? 1000 ആയി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ 1500 ആവണമെങ്കിൽ ഇനി അതിൽ 500 കൂടിയല്ലേ വേണ്ടത്. അപ്പൊ 100ന്റെ എത്ര നോട്ട് എടുക്കണം? 5 എണ്ണം എടുക്കണം. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പൊ ടോട്ടൽ എത്ര കിട്ടി? 1500 എന്ന് കിട്ടും. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ അത് മക്കള് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. 500ന്റെ നോട്ട് ഒന്നെടുത്തിട്ട് ബാക്കിയെല്ലാം എന്ത് ചെയ്യാം? 100ന്റെ നോട്ടുകൾ എടുക്കാം. ഒക്കെ മക്കളുടെ താല്പര്യം പോലെ ഒന്നിൽ കൂടുതൽ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാവുന്നതാണ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇനി അതിൽ തന്നെയുള്ള ഡി ക്വസ്റ്റ്യൻ നോക്കിക്കേ. Put a tick mark against the correct statement. എന്താ പറഞ്ഞിട്ടുള്ളത്? Put a tick mark against the correct statement. അതായത് മക്കളെ ചുവടെ കൊടുത്തതിൽ ശരിയായവയുടെ നേരെ ടിക്ക് അടയാളപ്പെടുത്താനാണ്, ശരി അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വായിക്കാം. ഫസ്റ്റ് വൺ നോക്കിക്കേ മക്കളെ. 500 rupee notes together make 2500 rupees. അതായത് മക്കളെ 100 രൂപ ചേർന്നാൽ 2500 രൂപയാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, 500 രൂപ നോട്ട് ചേർന്നാലല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 5 × 500 ചെയ്യണം അല്ലെ. 5 × 5 25 ആണ്. അതിന്റെ കൂടെ 2 0 ചേർത്ത് അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2500 എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ മക്കളെ? ശരിയാണ്. നമുക്ക് അതവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് നമുക്ക് പോവാം മക്കളെ.
300 rupee notes and 5 100 rupee notes together make 2500 rupees. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? 3 500 രൂപയും അല്ലെ? അപ്പൊ 3 into 5000, 3 500 രൂപയും 5 100 രൂപയും ചേർന്നാൽ എത്രയാകും? 2500 ആകും എന്നാ പറഞ്ഞത്. നോക്കിക്കേ മക്കളെ, എത്രയാണ്? 3 500 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1500 ആണല്ലേ? 1500 ആണ്. ഇനി 5 100 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 ആണ്. ടോട്ടൽ ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 2000 ആണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ മക്കളെ. 400 rupee notes and 500 rupee notes, 5 100 rupee notes together make 2500 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിക്കേ. 400 rupee notes, 4 500 rupee notes and 5 100 rupee notes. അതായത് മക്കളെ 4 500 രൂപ അല്ലെ? അപ്പൊ 4 into 500ഉം അതുപോലെ തന്നെ 5 100 രൂപ നോട്ടും കൂടി ചേർന്നാൽ 1500 ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 4 500 രൂപ നോട്ടുകൾ ചേർന്നാൽ എത്രയാ മക്കളെ? 500 പ്ലസ് 500 പ്ലസ് 500 പ്ലസ് 500 എത്രയാണ്? 2000 എന്ന് കിട്ടൂലേ? ഇനി അതല്ലെങ്കിൽ അവിടെ ട്രിക്കും കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ 500ൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ആണ്. അതിന് ആൻസറിലോട്ടായിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇതിൽ ബാക്കിയുള്ള രണ്ടെണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 5 into 4 എത്രയാ? 5 ഗുണിക്കണം 4 എത്രയാണ്? യെസ്, 20 ആണ് അല്ലേ? അപ്പൊ നമുക്ക് അത് എഴുതി കൊടുക്കാം. അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര കിട്ടി? 2000, 2000 എന്ന് കിട്ടി. ഇനി അടുത്ത നോക്കിക്കേ മക്കളെ, 5 100കൾ ചേർന്നാൽ നമുക്കറിയാം എത്രയാണ്? 500 ആണ്. അപ്പൊ 2000 പ്ലസ് 500 എത്രയാ മക്കളെ? 2500. അപ്പൊ നമുക്ക് എന്ത് പറയാം? സി ഓപ്ഷനും സി സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ്. ഇനി നോക്കിക്കേ മക്കളെ, നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. എയും ബിയും ശരിയാണ്, എയും സിയും ശരിയാണ്, ബിയും സിയും ശരിയാണ്. അപ്പൊ ഇതിൽ ഏതാ മക്കളെ കറക്റ്റ്? എ ആൻഡ് സി ആർ കറക്റ്റ് അല്ലെ? എയും സിയും ആണ് കറക്റ്റ് ഉള്ളത് അല്ലെ? എയും സിയും ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ആണ് മക്കൾ അവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ അല്ല മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോയാലോ മക്കളെ? ആക്ടിവിറ്റി 4B ആണ്, മാത്ത് ഫെയർ ആണ് മക്കളെ, ഗണിതമേള. മിസ് ഒരു കാര്യം പറഞ്ഞോട്ടെ മക്കളെ, ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ 5 പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരിക്കുക. അതിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം, നമ്മൾ ഫസ്റ്റ് ചെയ്ത് 4A എന്ന് പറയുന്ന ആക്ടിവിറ്റി ആണ്. ഇപ്പൊ ഏത് വന്നിട്ടുണ്ട്? 4B വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം മക്കൾ എന്ത് ചെയ്താൽ മതി? അറ്റൻഡ് ചെയ്താൽ മതി. മക്കൾക്ക് 4A ആണ് ഈസി ആയിട്ട് തോന്നുന്നെങ്കിൽ അതിന്റെ ആൻസർ മാത്രം എഴുതുക. 4B ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് മാത്രം ചെയ്യുക കേട്ടോ. ചിലപ്പം 5A 5B എന്ന രീതിയിലും തരും. അവിടെ മക്കൾ എന്ത് ചെയ്യുക? ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തത്. അതിനുള്ള ഓപ്ഷൻ മക്കൾക്ക് ഉണ്ടായിരിക്കേ. ഓക്കെ മക്കളെ, നമുക്ക് എന്തായാലും എല്ലാ ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. മാത്ത് ഫെയർ എന്നതാണ് മക്കളെ ഗണിതമേള. നോക്കിക്കേ, ദ എക്സ്പെൻസസ് ഫോർ കണ്ടക്ടിങ് ദി സ്കൂൾ മാത്ത് ഫെയർ ആർ ഗിവൺ ബിലോ. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? സ്കൂളിൽ മാത്ത് ഫെയർ നടക്കുകയാണല്ലേ, ഗണിതമേള നടക്കാണ്. അപ്പൊ ഗണിതമേള നടത്തിയപ്പോൾ ചെലവായിട്ട് തുകയാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ഓരോന്നും നോക്കിക്കേ മക്കളെ. ഫോം ബോർഡിന് 4500 അല്ലെ? ഫോം ബോർഡിന് 4500 രൂപ. സ്റ്റിക്കർ പേപ്പറിന് 2000 റുപ്പീസ്, 2000 രൂപ. അതർ മെറ്റീരിയൽസിൽ, അതായത് മറ്റ് സാമഗ്രികൾക്കൊക്കെ എത്രയാണ്? 3000 റുപ്പീസ് ആണ്. 3000 രൂപയാണെങ്കിൽ ടോട്ടൽ കാണാം. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത സെയിം അതേ ആക്ടിവിറ്റി തന്നെയാണ് കേട്ടോ, അതേ മെത്തേഡ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാം കൂടി ആഡ് ചെയ്യുക. ഏതൊക്കെ ആഡ് ചെയ്യണം മക്കളെ? 4500 പ്ലസ് 2000 പ്ലസ് 3000 ആഡ് ചെയ്ത മക്കളെ. 0 പ്ലസ് 0 പ്ലസ് 0, 0 പ്ലസ് 0 പ്ലസ് 0 0, 5 പ്ലസ് 0 പ്ലസ് 0 എത്രയാണ്? 5 ആണ്. ഇനി 4 കൂട്ടണം 2 6 ആണ്. 6 കൂട്ടണം 3 എത്രയാ മക്കളെ? 9 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി മക്കളെ? 9500. എത്രയാണ് മക്കളെ? 9500. ഇത്രയും രൂപയാണ് സ്കൂളിൽ ഗണിതമേള നടത്താനായിട്ട് ചെലവായിട്ടുള്ളത്. ക്ലിയർ അല്ല മക്കളെ? ക്ലിയർ അല്ലേ? എങ്കിൽ ഇതാ നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡ്രോ ദി സ്പെൻഡ് എമൗണ്ട് ഓൺ ദി അബാക്കസ്. അബാക്കസിൽ വരയ്ക്കാനാണ്. ഏതാണ്? 9500. ഇത് ഏതിന്റെ പ്ലേസ് ആണ്? 1ന്റെ സ്ഥാനമാണ്. ഇതേതാണ്? 10ന്റെ സ്ഥാനമാണ്. ഇതോ 100ന്റെ സ്ഥാനമാണ്. ഇതോ 1000ന്റെ സ്ഥാനമാണ്. ഓക്കെ, അപ്പൊ 1000ന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര ഇടണം? 9 മുത്തിടണം. 1 2 3 4 5 6 7 8 9. ഓക്കെ, 9 മാത്രം മതി അല്ലേ? ദെൻ അടുത്തത് 100ന്റെ പ്ലേസിൽ എത്രയാണ്? 5 എണ്ണാണ് അല്ലെ? 1 2
3, 4, 5. ഇനി വൺസിന്റെയും ടെൻസിന്റെ പ്ലേസിൽ നമ്മൾ മുത്തുകൾ ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്ലിയർ ആയിട്ടില്ലേ മക്കളെ? ആൻസർ മിസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അതിൽ തന്നെ സി ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് മക്കളെ താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന് ടിക്ക് ഇടാനാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നേരത്തെ പോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 9 500 rupee notes together make 4500. എന്താ മക്കളെ പറഞ്ഞത്? 9 500 രൂപ നോട്ടുകൾ ചേർന്നാൽ 4500 ആവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? സീറോസ് ആദ്യം അവിടെ ഇടുക. 9 × 5 എത്രയാ? പറഞ്ഞ മക്കളെ എത്രയാണ്? 45 ആണല്ലേ? 45. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഗുണനപ്പട്ടിക നിർബന്ധമാണ് കേട്ടോ മക്കളെ. എക്സാമിന് പോകുന്ന സമയത്ത് 1 to 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിർബന്ധമായിട്ടും പഠിച്ചോ. ഇനി അടുത്ത സെക്ഷൻ നോക്കിക്കേ മക്കളെ. 7 500 rupee notes and 500 rupee notes together make 4500. നോക്കിക്കേ മക്കളെ, എത്രയാ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്? 7 500 rupees ആണല്ലോ. അപ്പൊ 7 × 500 അതുപോലെ തന്നെ 5 100 rupee നോട്ട്സും ആണ് അല്ലെ? എത്രയാ മക്കളെ? എത്രയാണ്? 3500 ആണല്ലേ? ഇവിടെ എത്ര നമുക്ക് കിട്ടും? 500 എന്ന് കിട്ടും. ടോട്ടൽ ആഡ് ചെയ്തപ്പോ നമുക്ക് 4000 ആണ് കിട്ടുക. റോങ് ആൻസർ അല്ലേ മക്കളെ? ഓക്കെ, അടുത്ത നോക്കിക്കേ. 8 500 rupee notes and 100 rupee notes together make 4500. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? 8 അല്ലേ? 8 500 rupees നോട്ട് എത്രയാ മക്കളെ വരിക? 4000 എന്ന് കിട്ടും. ദെൻ അടുത്തത് എത്രയാണ്? 500 rupee നോട്ട്സ് ആണല്ലോ. അപ്പൊ 500 എന്ന് കിട്ടും. 4000 + 100 എത്രയാണ്? 4500. അപ്പൊ നമുക്ക് എന്ത് പറയാം? എയും സിയും ആണ് കറക്റ്റ് എന്ന് പറയാം അല്ലെ? എ ആൻഡ് സി ആർ കറക്റ്റ് എന്നുള്ളത് പറയാം. ഈ ഒരു ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇനി അതിൽ തന്നെയുള്ള ഡി ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെഹിക്കിൾ റെന്റ് ഫോർ ബ്രിങ്ങിങ് മെറ്റീരിയൽ വാസ് 1100. 200 rupees and 100 rupee notes were paid. Write the number of notes. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. അതായത് മക്കളെ സാധനങ്ങൾ കൊണ്ടുവന്ന വണ്ടിയുടെ വാടക എത്രയാണ്? 1100 rupees ആണല്ലേ? അതായത് 1100 രൂപയാണ്. അപ്പൊ എന്ത് ചെയ്തു? അയാൾക്ക് 200ന്റെയും 100ന്റെയും നോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് 200 നോട്ടും 100ന്റെ നോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നോട്ടുകളുടെ എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട്? 200ന്റെയും 100ന്റെയും നോട്ടുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? 1100 രൂപയാണുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നോക്കിക്കേ, മിസ് എന്ത് ചെയ്തു? 200ന്റെ 5 നോട്ടുകൾ എടുത്തു കേട്ടോ. അപ്പൊ 200 × 5 എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 200ന്റെ 2 0 മാറ്റി വെക്കുക. 5 × 2 എത്രയാണ്? 10. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1000 എന്ന് കിട്ടി അല്ലെ? പിന്നെ നമുക്ക് എന്ത് എടുത്താൽ മതി? ഒരു 100ഉം കൂടി പോരെ മക്കളെ? അപ്പൊ 100 രൂപയുടെ എത്ര എണ്ണം എടുക്കണം? ഓൺലി 1 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1100 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നോക്കിക്കേ മക്കളെ. ആക്ടിവിറ്റി 5A അഡ്മിഷൻ നമ്പർ. ആക്ടിവിറ്റി 5A എന്താണ് മക്കളെ? അഡ്മിഷൻ നമ്പർ എന്നതാണ്. ദ അഡ്മിഷൻ നമ്പർ ഗിവൻ ടു ദി ലാസ്റ്റ് സ്റ്റുഡന്റ് അഡ്മിറ്റഡ് ടു ദി ക്ലാസ് 5 in a school was 1590. Write the numbers before and after 1590. എന്താ മക്കളെ? ഒരു സ്കൂളിൽ കഴിഞ്ഞ വർഷം അവസാനമായി ചേർന്ന കുട്ടിക്ക് നൽകിയിട്ടുള്ള അഡ്മിഷൻ നമ്പർ എത്രയാണ്? 1590 ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അതിന്റെ തൊട്ട് പിന്നിലും ഉള്ള നമ്പേഴ്സ് ഇത് സിമ്പിൾ ആണ് മക്കളെ. ഏത് വരും? 1589 വരും അല്ലെ? 1589, 1590, then ഏത് വരും? 1591. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ? പക്ഷെ 4 അക്ക സംഖ്യയാണ്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചാലേ മക്കൾക്ക് തെറ്റാതെ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഇഫ് 25 ന്യൂ സ്റ്റുഡൻസ് were admitted this year, what is the admission number of last student എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മക്കളെ ഈ വർഷം പുതുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 25 കുട്ടികൾ ചേർന്നിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ നമ്പർ 25 കുട്ടികൾക്ക് അഡ്മിഷൻ നമ്പർ കൊടുത്താൽ അവസാനം ചേർന്ന കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ? അപ്പൊ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഏറ്റവും അവസാനം ചേർന്നിട്ടുള്ള കുട്ടി ഏതാണ്?
സ്കൂളിൽ കഴിഞ്ഞ വർഷം അവസാനമായി ചേർന്ന കുട്ടിയുടെ നമ്പർ എത്രയാണ്? 1590 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. 1590 എന്ന് തന്നിട്ടുണ്ട്. അതിലേക്ക് പുതുതായിട്ട് എത്ര കുട്ടികൾ ചേർന്നു എന്നാ പറഞ്ഞത്? 25 കുട്ടികൾ ചേർന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവസാനം ചേർന്ന കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം മക്കളെ. 1590 പ്ലസ് 25 അല്ലേ. 0 പ്ലസ് 5 ആണ്. 9 പ്ലസ് 2 എത്രയാണ്? 11 ആണ്. ബാലൻസ് 1. 5 പ്ലസ് 1 6 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1615 എന്ന് കിട്ടി. 1615. സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? അതിലുള്ള സി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. What is the admission number of the 10th student admitted this year? Put a tick mark against the correct answer. അതായത് മക്കളെ ഈ വർഷം 10ാമത്തെ അഡ്മിഷൻ നേടിയിട്ടുള്ള കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ എത്രയാണ്? അതിന് നേരെ ശരി ഉത്തരത്തിന് നേരെ ഇടാനാ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ലാസ്റ്റ് അഡ്മിഷൻ നമ്പർ ഏതാണ്? ഇതാണ്. അതിലേക്ക് 10 കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 1600 എന്ന് കിട്ടും. 1600 എന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അതിൽ തന്നെയുള്ള ഡി ക്വസ്റ്റ്യൻ നോക്കിക്കേ. കംപ്ലീറ്റ് ദി പാറ്റേൺ. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 4 സംഖ്യകൾ യൂസ് ചെയ്തിട്ട്, അതായത് 4 ഡിജിറ്റ് നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷുവർ ആയിട്ട് നമ്മുടെ എക്സാമിന് എന്ത് വരും മക്കളെ? പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പാറ്റേൺ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാല്ലേ. 1100, 1150, 1250, 1400, then 1600 അല്ലേ. ഓക്കെ മക്കളെ, ഇത് പൂർത്തീകരിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, 1100 നിന്ന് 1150 ആണെങ്കിൽ അവിടെ എത്ര ആഡ് ആയിട്ടുണ്ട്? +50 ആണല്ലേ. 50 ആണ് കൂട്ടിയിട്ടുള്ളത്. ഇനി 1150 നിന്ന് 1250 ആവാൻ അവിടെ എന്ത് ചേർത്തു? +100 ആണ് ചേർത്തിട്ടുള്ളത്. ഇനി 1250 നിന്ന് 1400 ആവാൻ അവിടെ എന്താ ചേർത്തിട്ടുള്ളത്? 150 ആണ് ചേർത്തിട്ടുള്ളത്. പിന്നെ എന്ത് ചേർത്ത് മക്കളെ? ഇവിടെ ഒട്ടെത്താൻ എന്ത് ചേർത്തു? 200 ആണ് ചേർത്ത്. അങ്ങനെയാണെങ്കിൽ അടുത്തയിലേക്ക് നമ്മൾ എന്ത് ചേർക്കണം? അതിലോട്ട് 250 ആണ് നമ്മൾ ചേർക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ വരും മക്കളെ? 1850 എന്ന് വരും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇത്തരത്തിലുള്ള പാറ്റേൺ തരുന്ന സമയത്ത് എന്താണ് അവിടെ തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് മക്കള് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 5B ആണ്. സേവിങ് സ്കീം എന്നതാണ്. നോക്കിക്കേ മക്കളെ, passbooks with the consecutive numbers were given to students who joined the school saving scheme. Anu's account number was 1350. സജിയുടെ അല്ലെ, സജിയാണ് കേട്ടോ മക്കളെ. ഓക്കെ, സജി നമ്പർ ഈസ് 1369. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്കൂളിൽ എന്തുണ്ട്? ഒരു സേവിങ് സ്കീം ഉണ്ട് അല്ലെ. ഒരു സമ്പാദ്യ പദ്ധതിയിൽ ചേർന്ന കുട്ടികൾക്ക് പാസ്ബുക്കുകൾക്ക് എങ്ങനെയുള്ള നമ്പറാണ് കൊടുത്തിട്ടുള്ളത്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണല്ലേ, അതായത് തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ മനുവിന്റെ അക്കൗണ്ട് നമ്പർ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടെ ക്വസ്റ്റ്യനിൽ അവരുടെ പേരുകൾക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. ഇത് മനു ആണ്, അടുത്തത് സജി ആണ് കേട്ടോ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ മനുവിന്റെ അക്കൗണ്ട് നമ്പർ എത്രയാ മക്കളെ? 1350 ആയിരുന്നു. അതുപോലെ തന്നെ സജിയുടെ അക്കൗണ്ട് നമ്പർ 1369 ആയിരുന്നു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി മക്കളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദി നമ്പേഴ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ 1369. 1369 മുൻപും ശേഷവും ഉള്ള നമ്പറാണ്. ഏതാണ് മക്കളെ? 1368, 1369, 1370 അല്ലെ. 1370 അങ്ങനെയല്ലേ മക്കളെ വരിക? 1600, 1368, 1369, 1370. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി സ്റ്റുഡൻസ് ജോയിൻഡ് ദി സേവിംഗ് സ്കീം ഫ്രം അനു ടു മക്കളെ മനു ആണ്, മനു ടു സജി. ഓക്കെ മക്കൾ, എന്താ പറഞ്ഞത്? മനു മുതൽ സജി വരെ എത്ര കുട്ടികളാണ് സമ്പാദ്യ പദ്ധതിയിൽ ചേർന്നത് എന്നാ ചോദിച്ചത്. അപ്പൊ നമുക്കറിയില്ല നമ്മുടെ മനുവിന്റെ നമ്പർ എത്രയാന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 1350 ആണ്. 1350 ആണ്. ദെൻ സജിയുടേത് എത്രയാ മക്കളെ നമുക്ക് തന്നിട്ടുള്ളത്? 1369 അല്ലെ. 1369. അപ്പൊ എത്ര കുട്ടികൾ ചേർന്നു എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? അവസാന താളിൽ നിന്ന് ആദ്യത്തെ നമ്പർ ആദ്യം മൈനസ് ചെയ്യാം. നോക്കിക്കേ മക്കളെ, 1369 മൈനസ് 1350. 9ൽ നിന്ന് 0 പോയാല് 9 തന്നെ. 6ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ എത്രയാണ്? 1 ആണ് അല്ലെ. ബാക്കി എന്താ ഇപ്പം 0 ആയിട്ട് പോ എഴുതണ്ട. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 19 കിട്ടി അല്ലെ. 19ലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടിയ ആൻസറിലേക്ക് +1 ചെയ്യണം. അപ്പൊ ടോട്ടൽ എത്രയാ മക്കളെ?
20 എന്ന് കിട്ടി. എത്ര കിട്ടി? 20 എന്ന് കിട്ടി. കാര്യം എന്താണ് മക്കളെ? മനു മുതൽ സജി വരെയാണ് പറഞ്ഞിട്ടുള്ളതിൽ. അപ്പൊ എന്താണ് ഈ നമ്പർ കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. 1350 കൂടി അതിൽ ചേർക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അവസാന നമ്പറിൽ നിന്ന് ആദ്യ നമ്പർ കൊടുത്തിട്ട് അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം? +1 ചെയ്താൽ നമുക്ക് അതിനിടയിലുള്ള കുട്ടികളുടെ എണ്ണം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ അല്ല മക്കളെ? ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. What is the account number of the 10th student starting from 1350? Put a tick mark. എന്താ മക്കളെ പറഞ്ഞത്? 1350 തുടങ്ങി 10ാമത്തെ കുട്ടിയുടെ അക്കൗണ്ട് നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 1350ലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? +10 ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് കിട്ടുന്നത്? ഇതാണ് ആൻസർ കിട്ടുന്നത്. 1360 ആണ്. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 1350 തുടങ്ങി. അപ്പൊ അതും എന്താണ്? അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളാണ്. 1351 ആണോ നമ്മൾ എണ്ണേണ്ടത്? അങ്ങനെയല്ല. നമ്മൾ 1350, 1351, 1352, 1354, 1355, 1356, 1357, 1357, 1358, 1359. ഓക്കെ, അപ്പൊ എത്രയാണ് മക്കളെ ഉള്ളൂ? എത്രയാണുള്ളത്? 9 ആണ് വരുന്നതില്. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ആ കിട്ടിയ ആൻസറിൽ നമ്മൾ എന്ത് മൈനസ് ചെയ്യുക? 1 മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1359 എന്ന് കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? 1350ലേക്ക് നമ്മൾ എന്ത് ചെയ്തു? 10 ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 1360 ആണ് കിട്ടുക. ആ കിട്ടിയ ആൻസറിൽ നിന്ന് 1 മൈനസ് ചെയ്തില്ല. അപ്പൊ എത്ര കിട്ടി? 1359 ആണ് കിട്ടുക. ഓക്കെ അല്ല മക്കളെ? ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ 1360 നമ്മൾ കൺസിഡർ ചെയ്യാവുന്നത്? നമ്മൾ 1350 നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. എന്നിട്ട് 10ാമത്തെ കുട്ടിയുടേതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കിട്ടിയ ആൻസറിൽ നിന്ന് ഒന്നങ്ങ് മൈനസ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടോ? എങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അഗെയിൻ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ്. 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. 4270, 4470. പിന്നെയോ മക്കളെ അവിടെയുള്ള ഒരു നമ്പർ ഇല്ല അല്ലെ? അവിടെ ഏത് വരും മക്കളെ? ഇവിടെ നോക്കിക്കേ, എത്രയാണ്? 4870 ആണ്. പിന്നെയോ 5070 ആണ് വരുന്നത് അല്ലെ? അവിടെ ഏതാണ് മക്കളെ വരുന്നത്? ഇവിടെ നോക്കിക്കേ, 4270, 4270. പിന്നെയോ 4470 ആണ്. അപ്പൊ ഇത് വരും 4670 ആണ് വരിക അല്ലെ? ഓക്കെ അല്ലെ മക്കളെ? അപ്പൊ പാറ്റേൺ ഒക്കെ എന്ത് ചെയ്യുക? ചിലപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ അത് നിങ്ങൾക്ക് മൈൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള പാറ്റേൺസ് ഒക്കെ അങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൃത്യമായിട്ട് ചെയ്ത് പഠിച്ച മക്കളെ മാത്സ് നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. 4 നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള കണക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാലോ മൈനസ് ചെയ്യാൻ വന്നാലോ നമുക്ക് പെട്ടെന്ന് തന്നെ മാറിപ്പോവാനുള്ള ഒരു പ്രോബബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. നമുക്ക് മാക്സിമം റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്തൊരു പാർട്ട് വീഡിയോ അടുത്ത ദിവസം മിസ് നമ്മുടെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ട് ക്ലാസ്സുകൾ മുഴുവൻ കാണാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു ഓണം സ്പെഷ്യൽ ഓഫർ കൂടി പറയാനായിട്ടുണ്ട് കേട്ടോ. മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓണം ഓഫറിൽ നമ്മൾ 610 രൂപയ്ക്കാണ് കൂട്ടുകാർക്ക് ഇനി ഈ ഒരു വർഷത്തേക്കുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 പേർക്ക് നമ്മൾ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവാണ് മക്കളെ. അതിന് മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാർ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ മക്കളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ സ്കൂളിന്റെ പേരും നിങ്ങളുടെ പ്ലേസും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്കാണ് മക്കളെ നിങ്ങളുടെ കോഴ്സിനോടൊപ്പം ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കൂടി അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്.